പിന്നെ ദേ ഇവിടെ ഒരു കൊക്കയാണ് കേട്ടോ. ഈ പാറ കഴിഞ്ഞാല് പിന്നെ ഫുള്ള് കൊക്കയാണ് താഴോട്ട്. കാല് തെന്നിയാല് നേരെ താഴോട്ടാട്ടോ. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു സ്ഥലത്ത് പോവാട്ടോ. ചേട്ടന്റെ വീടിനടുത്തുള്ള ഒരു സ്ഥലമാണ് ഇത്. അപ്പോ ഇതുവഴിയാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോവേണ്ടത്. ദേ ആ കാണുന്ന പാറയിലോട്ടാട്ടോ നമ്മൾ പോകുന്നത്. കുറച്ച് നടക്കാനുണ്ട്, എന്നാലും കുഴപ്പമില്ല ഗൈസ്. കാരണം കുറെ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് ഇവിടെ വരണമെന്ന്. കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് ചേട്ടൻ കൊണ്ടുപോവാന്ന് പറഞ്ഞതാ. പക്ഷെ ഇന്നാണ് കേട്ടോ അത് നടന്നത്. യാത്രകളൊക്കെ പോകാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നമ്മൾ എപ്പോഴും വീട്ടിനുള്ളിലാണെങ്കിലും ഇതൊക്കെ ഇങ്ങനെയല്ലേ നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ നമ്മൾ കിട്ടുന്ന സമയമൊക്കെ എൻജോയ് ചെയ്യാൻ നോക്കുക അല്ലെ. ഒരുപാട് ദൂരമൊന്നും പോകണമെന്നില്ല, നമുക്ക് അടുത്തൂടെ ഉള്ള സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് പോയി കാണുക. നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് യാത്രകളൊക്കെ ചെയ്യാം കേട്ടോ. മൈൻഡൊക്കെ സെറ്റ് ആകും. ഓക്കെ, അപ്പൊ ഇനി പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ടോളൂ കേട്ടോ. നമ്മൾ പോകുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ കാണാമല്ലോ അല്ലേ ഗൈസ്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ. വണ്ടിയിൽ പോയി നടക്കാൻ ഭയങ്കര മടിയാട്ടോ. അപ്പൊ ഇടയ്ക്കൊക്കെ നടക്കുന്നത് നല്ലതാ. അങ്ങനെ ഞങ്ങൾ ഇതേ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങോട്ട് പോയിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ. ഞാനിവിടെ ഫസ്റ്റ് ടൈം, അപ്പോ എങ്ങനാന്ന് അറിയില്ല. അങ്ങോട്ട് പോയി നോക്കി നോക്കാം നമുക്ക്. സോ വെൽക്കം ഗൈസ്, നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം കേട്ടോ. താഴെ ഒന്ന് നോക്കുമ്പോ ഈ പാറയുടെ സ്റ്റാർട്ടിങ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ. മുകളിലോട്ട് വരുമ്പോ ഒരുപാടുണ്ട് കേട്ടോ കാണാന്. ചേട്ടൻ ദേ അവിടെ നിൽക്കുന്നുണ്ട്. ആൾക്കും യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ ഞാനും ഹാപ്പിയാണ്. നല്ലൊരു ലൈഫ് പാർട്ട്ണറിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യമല്ലേ. ഓക്കെ ഗൈസ്, അപ്പൊ ഈ സ്ഥലം അടിപൊളിയാണ് കേട്ടോ. താഴെ ഒന്ന് നോക്കുമ്പോ നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ പാറയായിട്ടാ കാണാൻ പറ്റുക. ഇത്രയും രസം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. സംഭവം ശരിക്കും പറഞ്ഞാല് ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ വന്ന പോലെ ഉണ്ട് കേട്ടോ. ഗൈസ്, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇത് ചേട്ടന്റെ വീടിനടുത്തുള്ള ഒരു പ്ലേസ് ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ വേറെ ആൾക്കാരെയൊന്നും കാണാൻ കഴിയില്ല. ശരിക്കും ചേട്ടന്റെ സ്ഥലമൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ആറൊക്കെ ഉണ്ട്, പിന്നെ ഒരുപാട് കാണാൻ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ അവിടെ ആറൊന്നുമില്ല. പിന്നെ ദേ ഇവിടെ ഒരു കൊക്കയാണ് കേട്ടോ. ഈ പാറ കഴിഞ്ഞാല് പിന്നെ ഫുള്ള് കൊക്കയാണ് താഴോട്ട്. കാല് തെന്നിയാല് നേരെ താഴോട്ടാട്ടോ. ഞങ്ങൾ അതുകൊണ്ട് അത്രയും ശ്രദ്ധിച്ചാട്ടാ നടന്നത്. ഞങ്ങള് വൈകുന്നേര സമയത്താട്ടോ ഇങ്ങോട്ട് വന്നത്. ഉച്ചയ്ക്കാണെങ്കിൽ നല്ല ചൂടായിരിക്കും. ഇതുപോലുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോ ഉച്ചയ്ക്കൊക്കെ ഇറങ്ങാണ്ടിരിക്കാട്ടോ. ഈ സമയമൊക്കെ കുഴപ്പമില്ല കേട്ടോ. എനിക്ക് എന്തായാലും ഇവിടെ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. നല്ല സ്ഥലവാ. നമ്മുടെ കാട്ടാക്കടയിലെ ശാസ്താംപാറ പോലെ ഉണ്ട് കേട്ടോ ഇവിടെയും കാണാന്. ഞാൻ ശാസ്താംപാറയുടെ ഒരു വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. ഗൈസ്, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.